ജെറോമാറ്റിന്റെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്ന സിനിമയില് ഒരു സെന്റി ഡയലോഗ്. ജ്യോതി പ്ലീസ് എന്നെ കുറ്റപ്പെടുത്തരുത്. ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല. ജ്യോതിയുടെ അഭാവത്തിലാണ് ഞാൻ ആ നഷ്ടപ്പെടലിന്റെ ആഴവും വ്യാപ്തിയും തിരിച്ചറിയുന്നത്. എനിക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് പറയാം. ഞാൻ ഉറങ്ങിയിട്ടില്ലതുവരെ ബോസുമായി വഴക്കിട്ടു, ഓഫീസിൽ പോവാൻ മനസ്സില്ലാണ്ടായി. ഇതിൽ കൂടുതൽ വിശദീകരിക്കാൻ എനിക്ക് കഴിയില്ല ജ്യോതി. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ജ്യോതിയുടെ വിവാഹം നടക്കാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. ഇടയ്ക്കൊക്കെ കറക്റ്റ് സാധനം വന്നുള്ളൂ, ഇടയ്ക്കൊക്കെ പെർഫെക്റ്റ് സാധനം വന്നു. അടുത്ത സിദ്ദിഖ് ഏത് സിനിമയാ നമ്മുടെ ആൻമരിയ കലിപ്പിലാണെന്ന് പറയുന്നത് സിനിമ. ഓക്കെ. അദ്ദേഹത്തിന് ഇത്തവണ ഒരുപാട് അവാർഡുകൾ കിട്ടുന്നതാണ് സിനിമയിൽ. സാർ സെന്റിമെന്റലാ സാർ. സാർ സോറി, ഞാൻ ഇവിടെ കോമഡി ഉത്സവത്തിന് വന്നിട്ട് സെന്റിമെന്റൽ ചെയ്യാൻ കുഴപ്പമില്ല. ഞാൻ തിരിച്ചെന്നെ ഞാൻ കൺട്രോൾ ചെയ്തോളാം. നിങ്ങൾ ചിരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ചിരി വരും. അല്ല, എനിക്കും ചിരി വരും. അപ്പൊ പിന്നെ സെന്റിമെന്റൽ അതെല്ലാം ക്ലാഷ് ആയിട്ട് മൊത്തം ചിരിച്ചാൽ കേട്ടോ. ഈ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹീറോ അവരുടെ അപ്പനാ. അപ്പൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാൻ ഏത് കൊച്ചുങ്ങൾ ആഗ്രഹിക്കുകയാടാവുക. അതിന് അതുങ്ങളെ കുറ്റം പറഞ്ഞ കാര്യമില്ല. നീ എന്റെ മൂത്ത സണ്ണി കണ്ടിട്ടില്ലയോ? അവന്റെ മൂത്തൊരു മോളുണ്ടായിരുന്നു എനിക്ക്, ചെലീല. അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ദിവസം വീട്ടിൽ വന്നേച്ചും പറഞ്ഞു, സ്കൂളിലെ കലോത്സവത്തിന് ഒപ്പനയ്ക്ക് മണവാട്ടി അവളെയാ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൊച്ചിനെ കാണാൻ നല്ല ജയിലായിരുന്നേ. അവള് തള്ളേ പോലെയാ. അപ്പൊ ഈ മണവാട്ടിയുടെ ഉടുപ്പിന് ചെലവിനുമൊക്കെ ആയിട്ട് ഒരു 100-300 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ എടുത്ത വായ പറഞ്ഞു, ചെലവില്ലാത്ത മണവാട്ടി ആവുന്ന ആയാ മതി എന്ന് പറഞ്ഞു. കൊച്ചു വാശി പിടിച്ച് കുറെ കരഞ്ഞു. അവള് നല്ല ആപത്ത് പറഞ്ഞു. ആ കൊച്ചൊരു ആഗ്രഹിച്ചതല്ലേ, നിങ്ങൾക്കൊരു 300 രൂപ കൊടുത്തൂടെ? ഞാൻ അന്ന് ഇറക്കീസാ. ഞാൻ കേട്ടില്ല. അവസാനം കലോത്സവത്തിന്റെ അന്ന് അവള് കയറി വെച്ച് സ്കൂളിൽ പോയില്ല. അവരെല്ലാരും കൂടെ അമ്മ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പോകുന്ന നോക്കില്ല, ഓട്ടോയിൽ ഒരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചു. ഒരു ദിവസം ബോധമില്ലാതെ എന്റെ കൊച്ചു ഐസിയു കിടന്നു. ഞാൻ ഞങ്ങൾ ഓടിച്ചെന്നു. എപ്പോഴും ഓർമ്മ വന്നപ്പോ എന്റെ കൊച്ചന്റെ കയ്യെ പിടിച്ച് ചോദിക്കുക, ആ രോഗം വന്നിരുന്നേ, എനിക്കിത് വല്ലതും വരുമായിരുന്നു? അത് പറഞ്ഞു പിറ്റേന്ന് എന്റെ കൊച്ചു പോയടാവേ. അന്ന് മുതൽ ഞാൻ ഈ മുസ്ലിം കല്യാണക്കൊന്നും വിളിച്ചാ പോവുകയില്ല. കൂട്ടുകാരും നാട്ടുകാരൊക്കെ വിളിച്ചാലും ഞാൻ എന്നെങ്കിലും പറഞ്ഞങ്ങ് ഒഴിവാകും. എനിക്ക് മണവാട്ടി കളിക്കണമെന്നൊക്കെ വലിയ പ്രയാസമാ. എന്റെ കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചല്ലാടാവേ ആ വേഷത്തിലൊന്നും നിൽക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൊച്ചുങ്ങൾ എന്നെ ആഗ്രഹങ്ങൾ പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നങ്ങ് സാധിച്ചു കൊടുക്കണം. വലുതായി കഴിഞ്ഞാൽ ഈ കൊച്ചുങ്ങൊന്നും ചെറിയ ചെറിയ ആഗ്രഹമൊന്നും ഉണ്ടാവുകയില്ലടാവേ. താങ്ക് യു സർ.